സർ, ഗുരുവായൂരിൽ ഒരു ഹിന്ദു എംഎൽഎ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ തുടങ്ങി വച്ച ഒരു വിവാദമാണ്. അതിൽ കൂടുതൽ വലിയൊരു വിവാദമായി ആളിത്തപ്പുകയാണ്. ഗുരുവായൂർ കേരളത്തിന്റെ ഒട്ടാകെ വലിയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഗോപാലകൃഷ്ണൻ കൊളുത്തിവിട്ട ഈ ഒരു വിവാദത്തെ എങ്ങനെ വിലയിരുത്താം? ഇത് ഏത് നിലയിലേക്കാണ് പോകുന്നത്? ഇത് ഞാനിപ്പോ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലാണ്, അസംബ്ലി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്റെ ഒരു വിലയിരുത്തല് അല്ലെങ്കിൽ എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പോരാട്ടം, മറ്റേതൊക്കെ രാഷ്ട്രീയ പോരാട്ടം നമുക്ക് പറയാം, കേരളത്തിലെ ഏറ്റവും അതിന്റെ വാർത്താ പ്രാധാന്യം കൊണ്ടും കൗതുകം കൊണ്ടും കേസുകൾ കൊണ്ടും ഒക്കെ ശ്രദ്ധയാകർഷിച്ച അസംബ്ലി മണ്ഡലം ഗുരുവായൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂർ അസംബ്ലി മണ്ഡലം അവിടെ ഇപ്രാവശ്യം ശ്രദ്ധയ്ക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ആണ് അവിടെ മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ കൊടുങ്ങല്ലൂരായിരുന്നു. BJP-ക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം, കുറച്ചുകൂടെ നല്ല സ്വാധീനമുള്ള മണ്ഡലമായ കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ ആയിരിക്കും ഗോപാലകൃഷ്ണൻ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ നിന്ന് മറ്റേ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, അങ്ങനെയാണ് അദ്ദേഹത്തെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വലിയ അനുഗ്രഹമായി ഗോപാലകൃഷ്ണൻ ഗുരുവായൂര് എല്ലാം കൂടെ. അപ്പൊ മഴമുകിൽ ഒളിവർണ്ണനാണല്ലോ, മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ അല്ലെ. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് യോജിച്ചത് ഗുരുവായൂരാണെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആദ്യ ദിവസം തന്നെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഗുരുവായൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ 1970 ശേഷം ഹിന്ദു നാമധാരികളായ ആരും ജയിച്ചിട്ടില്ല. ജയിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം എനിക്കാണ് അതിനുള്ള അവസരം, ഇതായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാദം വന്നിരുന്നത് ആ സമയത്ത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ. അപ്പൊ അത് വലിയ വിവാദമായി. ഗോപാലകൃഷ്ണൻ വർഗീയത പറയുന്നു, ഗോപാലകൃഷ്ണൻ ഹിന്ദു നാമധാരിയുടെ പേരിൽ വർഗീയത പറയുന്നു എന്നും പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ രണ്ട് മുന്നണികളും അതിശക്തമായ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് കണ്ട. ഒരു സമുദായത്തെ, ഒരു മതത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു, ഇത് വലിയ വർഗീയ പരാമർശമാണ്, ഗുരുവായൂർ വോട്ട് പിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി, കേസായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി വരെ വന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു വക്കീലാണ്, നല്ല ഒരു ക്രിമിനൽ ലോയറും ഒക്കെ ആയതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ കേസൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞെടുത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു സ്റ്റാൻഡിലാണ് ഗോപാലകൃഷ്ണൻ ഇപ്പൊ അവിടെ മത്സരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടും അദ്ദേഹം തീർന്നില്ല, അദ്ദേഹത്തിന്റെ ആ നിലപാട് അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നീട് ഇപ്പൊ ചാവക്കാട് പ്രദേശത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചാവക്കാട് പ്രദേശത്തോ മറ്റോ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ട്. ആ ഫ്ലെക്സിനകത്തില് ഈ ഗുരുവായൂർ മണ്ഡലം ഉണ്ടായ കാലം മുതൽ ആരൊക്കെയാണ് അവിടെ MLA-മാരായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പേരുകളും വർഷങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ ഇദ്ദേഹത്തിന്റെ പടവുണ്ട്. ശരിയാണ്, 70 ശേഷം അവിടെ എല്ലാം മുസ്ലിം നാമധാരികളായ MLA-മാരാണ് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ളത്. അപ്പൊ അതും പ്രശ്നമായി. അതിന്റെ പ്രത്യേകിച്ചുള്ള ഫ്ലക്സിന്റെ കളറ്, അതൊരു കാവി ഓടിന്റെ കളറോ മറ്റോ ആയ ഒരു പശ്ചാത്തലമാണ് ഉപയോഗിച്ചത്. അപ്പൊ അതും പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഗോപാലകൃഷ്ണൻ വീണ്ടും പറഞ്ഞിരിക്കുന്നു, വർഗീയ സ്വഭാവമുള്ള ചില ഫ്ലക്സുകൾ ഉയർത്തിയതും പറഞ്ഞുകൊണ്ട് പിന്നെയും വലിയ പ്രശ്നമുണ്ട്, അതിന്റെ പേരിലും പരാതി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പൊ ആകെ കൂടെ പ്രശ്നങ്ങളെ ഇങ്ങനെ ഓരോ ദിവസവും അതിങ്ങനെ കൂടി വരികയാണ്. ഇന്ന് രാവിലെ നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗോപാലകൃഷ്ണൻ ഒരു കദളിക്കുലയുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ്. അദ്ദേഹം ഒരു മേൽമുണ്ടും ഒക്കെ പുതച്ച് സാധാരണഗതിയിൽ അമ്പലത്തിൽ പോകുന്ന വേഷം, ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള ഒരു വേഷത്തില് ഒരു കദളിക്കുല, ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടാണല്ലോ അത്, കദളിക്കുലയുമായിട്ട് ഗോപാലകൃഷ്ണൻ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ ഭഗവാന് കൊടുക്കാനായിട്ട് സമർപ്പിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ കദളിക്കുലയുമായിട്ട് കയറാൻ പറ്റുന്ന ഏക സ്ഥാനാർത്ഥി ഞാനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, ഗുരുവായൂർ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ള ഒരു ക്ഷേത്രമല്ല. അപ്പൊ അവിടെ എന്നെ പോലെ ഉള്ള ഒരാൾക്ക് മാത്രമല്ലേ കയറാൻ കഴിയുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇന്ന് വീണ്ടും ആ മണ്ഡലത്തെ ഗോപാലകൃഷ്ണൻ പൊലിപ്പിച്ചിരിക്കുകയാണ്, ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഗുരുവായൂരിന്റെ ചില പ്രശ്നങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന ഇത്രയും വർഷങ്ങളായിട്ട് മറ്റുള്ള ആളുകൾ അവിടെ ഭരിച്ചിട്ട്, മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ, BJP അല്ലാത്തവരൊക്കെ അവിടെ ഭരിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, അവിടെ മുഴുവൻ മാലിന്യം,
ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുവട്ടം മുഴുവൻ മാലിന്യമാണ്. നിങ്ങൾക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റുമോ? ക്ഷേത്രക്കുളത്തിന്റെ പരിശുദ്ധമായ ക്ഷേത്രക്കുളത്തിന് ചുറ്റുമുള്ള മാലിന്യം നിങ്ങൾ കണ്ടില്ലേ? അവിടെ ഉണ്ടായിരിക്കുന്ന ബാത്റൂമുകൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണല്ലോ. അവിടെ അടിസ്ഥാന സൗകര്യമുണ്ടോ? അവിടെ വെള്ളമുണ്ടോ? അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള വെള്ളമുണ്ടോ? ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് ദർശനം നടത്തി പോകുന്നതിന് ചിലപ്പോൾ ഒരു ദിവസം വരെയൊക്കെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. ഗുരുവായൂരെ തിരക്ക് അങ്ങനെയാണ്. ഇപ്പൊ എത്ര കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരി ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒക്കെ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് ദേവസ്വത്തിന് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വലിയ ചോദ്യങ്ങൾ ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാണ്, അത് സത്യവുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുന്ന, അതായത് ഹിന്ദുവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നെന്നിരിക്കട്ടെ, അകത്തൊരു ചടങ്ങ് നടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിളക്ക് കൊളുത്തലോ അല്ലെങ്കിൽ ഒരു മറ്റൊരു കാര്യങ്ങളോ ഉദ്ഘാടന ചടങ്ങോ ഒക്കെ ആണെങ്കിൽ ഹിന്ദു നാമധാരിയായുള്ള ആളിന് മാത്രമേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഗോപാലകൃഷ്ണന്റെ വാദം എന്ന് പറയുന്നത്. ശരി, പറയുമ്പോൾ ശരിയുമാണത്. അല്ലാത്തൊരാളിനെ ഗുരുവായൂർ യേശുദാസിന് പോലും നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഗുരുവായൂരപ്പന്റെ ഏറ്റവും പരമഭക്തനുമാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടാണ്, അതെല്ലാം കേട്ടാണ് ഗുരുവായൂരപ്പനും ശബരിമല ധർമ്മശാസ്താവും ഒക്കെ ഉണരുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവർ കയറാൻ പറ്റിയിട്ടില്ല. ശബരിമലയിൽ കയറാം, പക്ഷേ ഗുരുവായൂരിൽ പറ്റുകയില്ല. ഗുരുവായൂരിലെ സമ്പ്രദായം അതാണ് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസവും ആചാരവും എന്നൊക്കെ പറയുന്നത്. ഇതിനെയാണ് ഗോപാലകൃഷ്ണൻ ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളം മുഴുവൻ വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് പോലെ ഗുരുവായൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗുരുവായൂരപ്പനെയാണ്. ഗുരുവായൂർ ക്ഷേത്രമൊക്കെയാണ് ഓർമ്മ വരുന്നതെങ്കിലും അവിടുത്തെ ആ മണ്ഡലത്തിന്റെ പ്രത്യേകത, ജോഗ്രഫി അറിയാവുന്നവർക്കറിയാം, അതിന്റെ പ്രത്യേകത അറിയാവുന്നവർക്കറിയാം. ആ ഗുരുവായൂർ ക്ഷേത്രവും മാത്രമേ ഉള്ളൂ, അതിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കി പ്രദേശങ്ങൾ, അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന ബാക്കി പ്രദേശങ്ങളിലെല്ലാം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായമാണ്. അവരുടെ വലിയ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ അത്തരത്തിലുള്ള സമുദായത്തിലെ ഉള്ള ആളുകളെയൊക്കെ ഇതിനകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വലിയ ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം മതേതരത്വമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ജാതിയും മതവും ഒക്കെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അല്ലാത്തവർക്കൊക്കെ അവിടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ജയിച്ചു കയറുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരണമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അപ്പൊ ഗോപാലകൃഷ്ണന്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി കുറച്ചു നാള് മുമ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. മതമാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നിപ്പോ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും കേസെടുത്തോ? അപ്പൊ അങ്ങനെ ഒരാളിന് മതമാണ് എന്നുള്ളത് പറയുമ്പോൾ കേസെടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നു? ഒരു ഹിന്ദു നാമധാരി വരുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നു? ഇതാണ് ഗോപാലകൃഷ്ണന്റെ വാദവും മറുവാദവുമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, കേരളം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇനിയിപ്പം 5-6 ദിവസം കൂടെ ഉണ്ട്. 5-6 ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ബാക്കിയുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടെയാണ് ഗോപാലകൃഷ്ണൻ. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ആ പ്രസ്താവനയെ ആ ഗൗരവത്തിൽ നമ്മൾ കണക്കാക്കണം. അതേപോലെ തന്നെ ആ മണ്ഡലം വളരെ ശ്രദ്ധയാകർഷിക്കും. ഗോപാലകൃഷ്ണൻ ജയിക്കുമോ തോൽക്കുമോ അത് വേറെ വിഷയമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ 140 മണ്ഡലങ്ങളില് രാഷ്ട്രീയപരമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മണ്ഡലം ഗുരുവായൂരാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. യെസ്, എന്തായാലും ഗുരുവായൂർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത്, ഈ കദളിക്കൊലിയുമായി എനിക്കല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിക്കാണ് ഗുരുവായൂരിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നാണ്. വളരെ വർഗീയമായ പരാമർശം എന്നാണ് ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അഹിന്ദുക്കൾക്ക് ഗുരുവായൂരിൽ പ്രവേശനമില്ല. മറ്റു 2 സ്ഥാനാർത്ഥികൾ മറ്റ് മതങ്ങളിൽപ്പെട്ടവരായിരിക്കെ ഗോപാലകൃഷ്ണൻ ചോദിച്ചത് എന്ത് തെറ്റ് എന്നുള്ളതാണ്. മതേതര കേരളത്തിൽ ആ ചോദ്യം വളരെ തെറ്റാണ് എന്നാണ് CPM-ഉം UDF-ഉം വലിയ രീതിയിൽ വാദിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.